ഇന്ന് നമ്മൾ പോകുന്നത് ദുബായ് പാർക്കിലേക്കാണ്. എൻട്രൻസിൽ നിന്ന് പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നിറയെ പച്ചപ്പാണ്. എവിടെ നോക്കിയാലും പച്ചപ്പാണ്. അത്ര അടിപൊളി സ്ഥലം. ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ടെൻറ്റ് ചെയ്യാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. തണുപ്പ് ടൈം ആകുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ നിറയെ ആൾക്കാരായിരിക്കും. നമ്മൾ പോയ ദിവസം കുറച്ച് ആൾക്കാർ കുറവായിരുന്നു. നമ്മളിവിടെ പൂളിലേക്കാണ് പോയത്. നല്ല അടിപൊളി വൈബ്. ചൂടായതുകൊണ്ട് കാടിനുള്ളിലെ ഒരു പാർക്ക്, ദുബായ് പാർക്ക്. കാടിനുള്ളിലെ പാർക്ക്, ദുബായ് പാർക്ക്. അങ്ങനെ എല്ലാ ഏരിയയിലും ഉണ്ട്. നമുക്കിവിടെ തണുത്ത സമയത്ത് വന്ന് നല്ല ടെൻ്റ് അടിക്കാവുന്ന നല്ല കിടിലം ഏരിയസ് ഒരുപാട് പ്ലേസിൽ അവർ അലോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ടെൻ്റ് ചെയ്യാനായിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നൊരു 10,000-4,000 പേർക്ക് ടെൻ്റ് കിട്ടാം. അതേമാതിരി സ്പേസ് അവർക്കുണ്ട്. വെറും 10 ഓർമ്മസാണ് 2 പേർക്ക് കയറിയാണ്. ചിലപ്പോൾ ഇപ്പം ചൂട് സമയം കൊണ്ട് കുറവായിരിക്കും. പക്ഷേ നെറ്റിൽ നോക്കിയപ്പം 2 പേർക്ക് 20 ഓർമ്മസാണ്. എന്തായാലും തണുപ്പ് സമയത്ത് ചിലപ്പോൾ കൂടുമായിരിക്കും. എന്തായാലും 20, 50, 100 കൊടുത്താലും ഇവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടെൻ്റ് കിട്ടും. നല്ല അടിപൊളി വൈബാണ്. ഇത് കുറേ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ദുബായ് ഗവൺമെൻറ് ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, തിരക്കുകളും വണ്ടിയുടെ ബഹളവും ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഫാമിലിയായിട്ട് ഒരു സ്ഥലം. പിന്നെ ഇതിൻ്റെ അവര് കുറച്ച് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും പോകുന്നത് കാരണം അവിടെ ഈ സ്നേക്ക് കാര്യങ്ങളൊക്കെ കാണും. അവർ പറയുന്ന അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് പോവാതിരിക്കുക, നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടേ കുറേ കിളികളും നല്ല രസമായിരുന്നു സത്യത്തിൽ. എന്താ പറയുക, ഒരു കാട്ടിലൂടെ തന്നെ ഒരു നല്ല അടിപൊളി യാത്ര. ഗൈസ്, നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോവുകയാണ്. നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ കിട്ടില്ലം സ്ഥലം. ദുബായ് പാർക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ ഷാർജയാണ് നമ്മൾ താമസിക്കുന്നത്. അവിടുന്ന് എനിക്ക് ഒരു 30 മിനിറ്റ്സ് ട്രാവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ മോൻ ഇവിടെ ടെൻ്റൊക്കെ കെട്ടാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഏരിയകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് വെറും 10 ദിർഹംസാണ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഡീസൻ്റ് ഡ്രസ്സുമായിട്ടേ വരാം കേട്ടോ. ഒരുമാതിരി അലഞ്ഞു പൊലിഞ്ഞ് വന്ന ഇമാര് ഇവിടെ കയറ്റത്തില്ല. ഓക്കെ, വേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്, അണ്ടർവെയർ ഇട്ടുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. ഈ ചൂട് സമയത്തും നല്ല തിരക്കുണ്ട് സ്വിമ്മിംഗ് പൂളിൽ. ഞങ്ങളവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ. എന്നുവെച്ചാലേ സ്വിമ്മിംഗ് പൂളിൽ എല്ലാം കൂടെ വാരി വലിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അസുഖം പിടിച്ചത്. ഫ്ലൈറ്റ് പോകണം. ദുബായ് പോലീസിൻ്റെ ഫ്ലൈറ്റാണ്. സ്വിമ്മിംഗ് പൂളുണ്ട്. നമ്മൾ എൻട്രൻസ് 10 ദിർഹംസാണ്, 2 പേർക്ക് 10 ദിർഹംസാണ്. പക്ഷേ സ്വിമ്മിംഗ് പൂളിന് എനിക്ക് തോന്നുന്നത് 10 ദിർഹംസ് എക്സ്ട്രാ കൊടുക്കണം. പ്ലേ ഏരിയ ഉണ്ട്, നല്ല ഏരിയകളുണ്ട്. മിലു പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞു. പൂള് ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ആണ്. പിന്നെ ഫാമിലി പൂളൊന്നും ഇവിടെ ഇല്ല. എന്താ പറയുക,
കുട്ടികൾക്കുള്ളതും ഗേൾസും ഒക്കെ വേറെ സെക്ഷനിലാണ്. കുളിയെല്ലാം കഴിഞ്ഞു. അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഹലോ, ഇങ്ങനെ പൂളിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ എല്ലാരും വരണം. ദുബായ് പാർക്ക്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കാണാം. കുട്ടികൾക്കതൊരു എന്റർടൈൻമെന്റ് ആകും. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ, ബൈ.